ഒരുപാട് ചെറുതുമല്ല. എന്നാലും കണ്ട ഞാൻ ഫസ്റ്റ് ടൈം ഇനി ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പോവാണ്. അതെ, അതാണ്. ഹലോ ഹലോ 3, 4, 5, 6, 7 ഏകദേശം 7 ടവേഴ്സ് നമുക്കിവിടെ വാച്ച് ടവേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോബ്ലംസ് അവർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. അത് നോക്കണ്ട, വാ അടിപൊളി വിഷ്വൽസ്. ഗായ്സ് പെട്ടു ഗായ്സ്, ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയതാ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുകയാണ്. എവിടേക്കാണ് എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ആ വീഡിയോയിൽ എൻ്റെ കൂടെ 3 സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. അഫ്സൽ, അതേ കണക്ക് തന്നെ നജീമുദ്ദീൻ, അതേ കണക്ക് തന്നെ അഭിഷേക് എന്ന് 3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. കൊല്ലത്ത് നിന്ന് കാർവാറിലേക്ക് പോവുകയാണ്. അപ്പോൾ കാർവാറിലേക്കല്ല നമ്മൾ ആദ്യമേ പോകുന്നത്. ആദ്യമേ നമ്മൾ ബാംഗ്ലൂർ ചെല്ലുന്നു. അപ്പോൾ ബാംഗ്ലൂർ ചെന്ന് നമ്മളവിടെ കാർസ് 24ൻ്റെ ഒരു 1-2 വണ്ടികളുണ്ട്. അതും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അറേഞ്ച് ചെയ്ത കുറച്ച് വണ്ടീസുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് ഏത് വണ്ടിയാണ് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് ആ വണ്ടി എടുക്കാനാണ് പ്ലാന്. നമ്മളിപ്പം മെയിനായിട്ട് ജാസാണ് നോക്കുന്നത്. അപ്പോൾ ജാസ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടിയുമാണ്, ഒതുങ്ങിയ വണ്ടിയുമാണ്, എന്നാൽ കൂടുതൽ ചെറുതുമല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് നാട്ടിൽ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ ചിലർ. അവൾക്ക് കർണാടക രജിസ്ട്രേഷൻ വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പം ആ വണ്ടി എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുക്കണമെന്ന് തീരുമാനിച്ച് നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് കണ്ടതിന് ശേഷവും എല്ലാമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ആദ്യമേ നമ്മൾ പോകുന്നത് കാർസ് 24ൻ്റെ ആയിരിക്കും. അവിടെ ഒരുപാട് വണ്ടികളുണ്ട്, കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പല വണ്ടികളും നമുക്ക് അവിടെ പോയി നോക്കി കണ്ട് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഓൺ റോഡ് ഗോവയിൽ പോകും. ഗോവയിൽ പോയതിന് ശേഷം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. നമ്മളവിടെ പല ട്രിപ്പും പല സ്ഥലങ്ങളിലും എല്ലാം പോകുന്നുണ്ട്. ഇതിൻ്റെ വഴിയെ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനും വണ്ടിയുടെ പെർഫോമൻസ്, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളപ്പം കോർമംഗിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ചു. അസലേ എന്നെ കാണുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ചെറിയൊരു ബ്രഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോർമംഗിൽ പോവാണ്. അപ്പം ഇനി അടുത്ത കാർ 24 പോകുന്നത്. കാർ 24 പോയി വണ്ടി കാണാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ജാസാണ് കാണാൻ പോകുന്നത്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ വിശേഷം പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂറിന് ശേഷം യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ നെക്സസ് മാളിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നെക്സസ് മാളിനകത്തോട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ്. മാളിൻ്റെ വ്യൂസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പം ഇനി അവിടെ കയറിയതിന് ശേഷം കാർ 24ൻ്റെ ഓഫീസുമായിട്ട് നമ്മൾ സംസാരിക്കും. അവർ നമുക്ക് ജാസാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവിനായിട്ടൊരു മെറൂൺ കളർ ജാസാണ്, 2016 മോഡൽ ജാസ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി കണ്ട് ശേഷം അവരുടെ ഓഫീസിൽ പോയി അവരുടെ വണ്ടി കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഫൈനലി നമ്മളിവിടെ കാർ 24ൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവരുടെ അടുത്ത് പോവുകയാണ്. അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. നമ്മുടെ കാറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലൂടെ കടക്കുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് നിന്ന് പരിചയപ്പെടാം. അവരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ, അതെയല്ലോ. ഹോം ടു മീറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. അത് ടൈമായിട്ട് എഴുതിക്കോ. ഇവിടെ നമുക്ക് ഇത്രയും കാർസ് ഇവിടെ കിടപ്പുണ്ട്. ഇതൊന്ന് സീനാവില്ല. അതൊരു സീനാണ്. മോളി കല്ല് വേണേ എന്തോടാ ഓപ്പൺ ചെയ്ത് നോക്കും. പുള്ളിയെടുത്ത് ജോലി ഹോണ്ട സർവീസ് ഒന്ന് ലോക്കഴിച്ച് റെഫ്യൂസ് ഇത് നല്ല റെഫ്യൂസ് വണ്ടിയാണ്. അത് കണ്ടാൽ അറിയാം. കാര്യം ഇത് നല്ല രീതിയിൽ ക്ലീൻ പോലും ചെയ്തിട്ടില്ല. ഇത് ഏതാ അല്ലണം. അതാ ഇതുണ്ടോ ഇതിനകത്ത് കണ്ടാൽ അറിയാം. ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല നേരെ. അതാണെങ്കിൽ ഇതൊക്കെ നോക്കിയതാ. ഇതുണ്ടോ ഡെൻറ്റ് ഒരവ് എല്ലാം ഉണ്ട്. കാറ് അത്രയ്ക്ക് പോരായിരുന്നു. നല്ല ഡെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. അതാണ് ഞാൻ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല.
വേറെ കാറുകൾ നല്ലതുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന് കിട്ടുന്ന കാറുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം വേറൊരു പ്ലേസിലേക്ക് പോവാണ്. വേറൊരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ പ്ലേസിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെയുണ്ട് കാറെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ലോക്കർ റൂമിൽ ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നു. 22-ലാണ് നമ്മുടെ ലോക്കർ റൂം. അപ്പം ഇപ്പം ലോക്കർ റൂമിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് അത് റിട്ടേൺ എടുക്കുകയാണ്. നമുക്കിപ്പം അത് റിട്ടേൺ എടുക്കുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതാണ്. എത്ര രൂപയായിരുന്നു? 234. ഓക്കെ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് തരും. ഇപ്പം പേയ്മെൻറ്റ് സക്സസ്ഫുൾ. ഓക്കെ, ഡോർ ഓപ്പണിംഗ് ഇൻ 20 seconds ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുശേഷം കാണാം. ഓക്കെ, 20 seconds പോലും എടുത്തില്ല. 3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഡോർ ഓപ്പൺ ആയി. നമ്മുടെ ലഗേജ് എല്ലാം അതിന് സേഫാണ്. ഇത് കൊള്ളാം, എനിക്ക് ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് പ്രൈസിയാണ്, എന്നാലും കൊള്ളാം. ഓക്കെ, നമുക്ക് 1 hourന് ഇവിടെ ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18 rupees സ്മാളിന് വരുന്നത്. നമ്മൾ എക്സ്ട്രാ ലാർജാണ് എടുത്തത്, അതുകൊണ്ട് 118 rupees മണിക്കൂറിന് വരുന്നത്. നമ്മൾ 2 hours ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം 200 rupees നമുക്കായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിവിടെ നന്ദി ഹിൽസിലോട്ടെന്നുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണിത്. നമ്മൾ കാർ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ നന്ദി ഹിൽസിന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 7 kilometer കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയ ബ്ലോക്സ് ഒക്കെ വന്നു തുടങ്ങി, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഓൾറെഡി ഇവിടെ സൺറൈസ് ആവാറായി. നമ്മൾ ടൈമിന് എത്തിയായിരുന്നു, പക്ഷേ ഒരു ബ്ലോക്കിൽ അപകടപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി 7 kilometer കൂടെ ഉണ്ട്. പക്ഷെ ചെറിയൊരു ബ്ലോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം, അല്ലാതെ വേറെ ഇനിയൊന്നും നടക്കത്തില്ല. 50 ഉണ്ട്. അതുകൊണ്ട് 50 വിടും. 50 ഓക്കെ. ഓക്കെ, ഇവിടെയും കൊള്ളാം. അപ്പം മേളിൽ നല്ല വ്യൂ കാണും അവിടെ എന്തായാലും. അപ്പോൾ അവിടുന്ന് സാധനം പോയി വരുന്നതേ ഉള്ളൂ. സുരം പൊങ്ങിയ അവിടെ ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അവിടെ എനിക്ക് തോന്നുന്നു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 7 മണി ആയി കേട്ടോ, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സൂര്യൻ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സൺറൈസ് നമുക്ക് 6-8 കാണിച്ചു തന്നുണ്ടെങ്കിലും 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മൂന്നാറിൻ്റെ ആ ഒരു ടച്ച് ഇല്ലേ, അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കാര്യം ഈ റോഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്, അത് നല്ലൊരു കാര്യമാണ്. മൂന്നാറിലെ റോഡ് നല്ല റോഡാണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു രീതി കൊള്ളാം. ഈ സൈഡിൽ വെച്ചേക്കുന്ന മരങ്ങൾ കാര്യങ്ങൾ, ഇതെനിക്കൊന്ന് യൂക്കാലിപ്റ്റസ് ആണോ ഇല്ലേ? യൂക്കാലി മരങ്ങളാണ് സൈഡിലെല്ലാം, യൂക്കാലി മരങ്ങളും. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ അല്ലേ തൊലി ഉരിഞ്ഞെടുത്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് യൂക്കാലി. ഓ മോനെ, ആ സ്മെല്ല് കണ്ടോ? യൂക്കാലിയുടെ ആ സ്മെല്ലടിക്കാനുണ്ട് നമുക്ക് കറക്റ്റ്. AC ഒന്നും വേണ്ട, രാവിലെ നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് നല്ല രീതിയിൽ പ്രകൃതി നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയൊരു വഴി. നല്ല കോട, നല്ല തണുപ്പ്, ഓ ഒരു സ്വർഗതുല്യമായ ഫീലിംഗ്. എന്തുവാണ് അതിൻ്റെ ഇടയിൽ? ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അസല എങ്ങനെ ഉണ്ടറാ? കാണിച്ചു വിടറാ, നമ്മളെ പിള്ളേർക്ക് കാണിച്ചു വിടറാ അല്ല. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. താഴോട്ട് നോക്കിയേ, എൻ്റെ മോനെ, അതങ്ങോട്ട് നോക്കടാ, കാണിച്ചു വിടറാ അവളെ അങ്ങോട്ട്. എന്ത് ഫീലാ! ആ കോട കണ്ടില്ലേ, നല്ല അടിപൊളി കോടമഞ്ഞ്, ഹെവൻലി മിസ്റ്റ്, തണുത്തിങ്ങനെ വിറച്ചിരിക്കുകയാണ്. കയ്യൊക്കെ എൻ്റെ വിറയ്ക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് എന്ത് സുഖമാണെന്നറിയാമോ? ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് നിൽക്കാൻ എന്ത് സുഖം. നമ്മൾ എത്തിയിട്ടില്ല അവിടെ, നന്ദി ഹിൽസിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിട്ടില്ല. എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്കിപ്പം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്.
അപ്പോൾ നമുക്കിനി അവിടെ എത്തിയതിന് ശേഷമുള്ളത് നല്ല രീതിയിൽ കാണാം. പക്ഷേ എനിക്ക് ഇവിടുന്ന് തന്നെ പോകാൻ തോന്നുന്നില്ല. ആ വ്യൂ പോയിന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ എൻ്റെ മോനെ, ഇത് കണ്ടോ കവാടം. നമ്മൾ ആ കവാടത്തിലേക്ക് കയറുകയാണ്. ഓ ദാണ്ടേ നന്ദി ഹിൽസ് എത്താറായി. വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചെറിയ ചെറിയ മഞ്ഞ് തുള്ളികൾ വീഴുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ഞാൻ ആദ്യം കരുതി മഴ പെയ്യുവാണെന്ന്, പക്ഷേ ചെറിയ മഞ്ഞ് തുള്ളികൾ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം പാർക്കിങ് തപ്പുകയാണ് നമ്മൾ. ലാസ്റ്റ് പാർക്കിംഗ് ഉണ്ടെന്നാണ് സർ പറഞ്ഞത്. നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് നടന്ന് നന്ദി ഹിൽസ് വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പിലെത്താം. നമുക്കിത് ടോപ്പിലെത്തിയതിന് ശേഷം ബാക്കി നമുക്ക് ഇതിലും മനോഹരമായ വീഡിയോസ് കാണാം. നമ്മളങ്ങനെ പാർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ രാത്രി വെളിച്ചത്തിലാണ് നമ്മുടെ വണ്ടി ഇന്നലെ കണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ കണ്ടപ്പം നല്ല മനോഹരമായി കിടക്കുന്നത് കണ്ടോ നമ്മുടെ ജാസ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നന്ദി ഹിൽസിൽ കയറേണ്ട ടൈമായി. ഹോസ്റ്റലിന് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ്, പക്ഷേ ആ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ ആൾ കണ്ടോ, ക്യൂ ആണ്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂണൊക്കെയുള്ള ക്യൂ ആണ് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ. ഹായ്, ലുക്കിയ. ഹലോ. She's very friendly. Yeah. What's her name? Phoebe. Yeah. Oh, that's a good name. Friends fan, yeah. Yeah. Friendly. She loves attention. Attention seeker है ना. So excited. കൂടില്ല. Focus fan. ഓക്കെ. അടുത്ത കവാടത്തിലൂടെയാണ് നമുക്ക് അടുത്ത നന്ദി ഹിൽസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. നമ്മൾ ഇതിനകത്തൂടെ എൻ്റർ ചെയ്യുന്നതാണ് ഉടനെ തന്നെ. ഇവിടെ നിന്നുകൊണ്ടല്ല വ്യൂ തന്നെ അതിമനോഹരമായ വ്യൂ ആണ്. അഭിഷേകയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ്. ഇവിടെ വന്ന പാർക്കിംഗ് കണ്ടില്ല, നമ്മൾ ഇത്രയും നേരം പെട്ട് കിടന്നത് എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു പാർക്കിംഗ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല രീതിയിൽ നമ്മളവിടെ പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ എൻജോയ് ചെയ്ത് നിന്നത്. ഡയറക്റ്റ് വരുമ്പോൾ തന്നെ, കവാടം കഴിഞ്ഞ് ഡയറക്റ്റ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സൺറൈസ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ വ്യൂ പോയിൻ്റ് ആയിരിക്കാൻ ചാൻസ് ഇല്ലാതെയില്ല. അപ്പോൾ ഇവിടുന്ന് സൺറൈസ് വ്യൂ പോയിന്റിലാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. അതിൻ്റെ തൊട്ട് എതിർവശം തന്നെ നമുക്ക് ഇവിടെ ഒരു ടിപ്പു സുൽത്താൻ ലോഡ്ജ് നന്ദി ദുർഗ എന്ന് പറയുന്ന ഒരു പ്ലേസ് കാണാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ബ്യൂട്ടിഫുൾ. ഇത്രയും മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഫാമിലി ആയിട്ടായാലും കപ്പിൾസൊക്കെ ആയിട്ടും രാവിലെ അതിമനോഹരമായ സൺറൈസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, സ്വർഗ്ഗതുല്യമായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം. മസ്റ്റ് ഒരു പ്ലേസാണ് നന്ദി ഹിൽസ്. ഞാനിവിടെ 2 തവണ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ടൈമിന് വരാൻ പറ്റിയിട്ടില്ല. മിക്കവാറുമൊക്കെ ഇവിടെ ബൈക്ക് റൈഡ്സിലൊക്കെ വന്നിട്ടുള്ള സമയത്തൊന്നും ഇവിടെ ടൈമിന് വരാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. 7 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ആ വിഷമം ഒന്ന് തിരുത്തി വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്നാണ് നമുക്കിത് നല്ല രീതിയിൽ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്ത് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരവസരം നമുക്ക് ഇന്നാണ് ലഭിക്കുന്നത്. അതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് തന്നെ കാണാം. അതിമനോഹരമായ വ്യൂ പോയിൻ്റാണ്. 360 ഡിഗ്രിയിൽ വ്യൂ പോയിൻ്റ് നോക്കിയേ. എല്ലാ സൈഡിലും നല്ല അതിമനോഹരമായ വ്യൂ. അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാ സൈഡിലും നല്ല അതിമനോഹരമായ വിഷ്വലാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. എൻ്റെ വേളി കയറി എടുത്തത് ഇതാണ് ഒരു വ്യൂ. വാവ്, ആ മരങ്ങളുടെ ശിഖരമൊക്കെ കണ്ടില്ലേ, എന്താ ഭംഗി ഇതൊക്കെ കാണാൻ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ്, നമ്മുടെ ലൈഫ് എന്താണ്? യാത്രകൾ എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുക.
യാത്രകൾ തരുന്ന ഓരോരോ വിഷ്വൽ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്തങ്ങൾ. നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഊർജവും ഏറ്റവും നല്ലൊരു പ്രചോദനവും ഈ യാത്രകളാണ്. എനിക്ക് നിൻ്റെ ഇഷ്ടം എങ്ങനെയാണെങ്കിലും നിനക്ക് കാണാം. ഓബിനോ ഓൺ തീർന്നു, തെണ്ടി വെറും തെണ്ടിയാടാ. എങ്ങനെയുണ്ട്, എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്? അപ്പോൾ ഇനി എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ മുകളിലത്തെ വ്യൂ പോയിന്റിൽ? ഒന്നുമില്ലേ? സ്ഥലം മേടിക്കാൻ കിട്ടുവാണെങ്കിൽ ഒരു വീട് വെച്ച് താമസിക്കുന്നു, ഒരു വീട് വെച്ച് ഇവിടെ താമസിക്കുന്ന അഭിഷേക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് വഴി നമ്മൾ മുകളിലേക്കുള്ള യാത്രകളാണ്. ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട്, അണയ്ക്കുന്നുണ്ട്. ഗായ്സ്, നമ്മളിവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്കൊരു ഫ്യൂ മോർ സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പോയിന്റ് എത്തുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ നന്ദി ഹിൽസിൽ നമ്മളിവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ രണ്ടുപേരും അഫ്സലും ജപ്പാനും ഒക്കെ ഇപ്പോൾ ഉടനെ വരുത്തതേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ നമ്മൾ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ചെറിയൊരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അവിടെ നല്ല അതിമനോഹരമായ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് ഞാൻ ഇവിടുന്ന് കാണുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് അവിടുന്ന് എന്ത് വ്യൂ ആണ് കാണുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നൊരു കാര്യമാണ് ആ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അവിടെ കയറി ആ വ്യൂ കാണാം. നമുക്ക് നന്ദി ഹിൽസ് എന്താണെന്ന് നമുക്ക് തൊട്ടറിയാം. ഓക്കെ, നമുക്ക് ആ വ്യൂ പോയിന്റിൻ്റെ തൊട്ട് എതിർവശമായി കാണുന്ന ഒരു ഡെക്കാണ്. എനിക്കൊന്നൊരു വാച്ച് ടവർ കണക്കുള്ള ഒരു 3-4 ടവേഴ്സ് ഉണ്ട്. 3-4 1, 2, 3, 4, 5, 6, 7 ഏകദേശം 7 ടവേഴ്സ് നമുക്കിവിടെ വാച്ച് ടവേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാച്ച് ടവറിൻ്റെ മേളിൽ നമ്മൾ ഇപ്പോൾ കയറുന്നില്ല, ഡയറക്റ്റ് നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ വ്യൂ പോയിന്റിൻ്റെ അടുത്തോട്ട് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് നമുക്ക് വ്യൂ പോയിന്റിലെത്താം. അപ്പം വ്യൂ പോയിന്റിലേക്ക് പോയതിന് ശേഷം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് താഴെയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന ആ വഴിയുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സൺറൈസ് പോയിന്റ് കാണാം. സൺറൈസ് പോയിന്റിനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ പാർക്കുണ്ട്. അതിനുശേഷം അർക്കാവതി റിവർ ഒറിജിൻ, അത് നമുക്കിവിടെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് ടിപ്പു ഡ്രോപ്പ് നമുക്ക് എനിക്കൊന്ന് താഴെയാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴി ആ താഴെയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ടിപ്പു ഡ്രോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കടാ, തിരിഞ്ഞു നോക്കിയേ. അതിമനോഹരമായ വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ചെറിയൊരു എന്താ പറയുക, ഒരു മോർണിംഗ് പ്രെയർ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അതൊക്കെ കേട്ട് ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റിയ നല്ല വളരെ പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് എന്ന് ഞാൻ പറയില്ല, ഇന്ന് നല്ല തിരക്കുള്ളത് കൊണ്ടായിരിക്കാം, അത്ര ക്വയറ്റ് അല്ല, പക്ഷേ ഇവിടെ ഒരു പീസ്ഫുൾ കാം ആൻഡ് ക്വയറ്റ് കണ്ടീഷനാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മളിവിടെ ശ്രീ ഹനുമാൻ ടെമ്പിൾ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ കണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ വേറെ ഒരു ഷ്രൈൻ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു മോർണിംഗ് പ്രെയർ നമുക്കിവിടെ കേൾക്കാം. നല്ല രീതിയിൽ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു പ്രെയർ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ആ പ്രെയറൊക്കെ കേട്ട് പയ്യനെ നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. മുകളിലേക്ക് നടന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാവുന്നതാണ്. ഇവിടെ നല്ല പാക്ഡാണ്, നല്ല രീതിയിൽ ആൾ വരുന്നുണ്ട്. ചെറുതായി വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സണ്ണൊക്കെ ഒന്ന് ഇപ്പോഴാണ് വിസിബിൾ ആയത്. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് സണ്ണൊന്ന് ഞാൻ കണ്ടത്. സൺറൈസ് കാണാൻ വന്നിട്ട് നമ്മളിവിടെ സണ്ണിനെ കണ്ടത് ഇപ്പോഴാണ്. ഓക്കെ, നമ്മളിവിടെ ടോപ്പിലെത്തി. ടോപ്പിൻ്റെ സൈഡിൽ കൂടെ നമ്മളിവിടെ നടന്നു വന്നു. പക്ഷെ നമുക്കിവിടെ താഴെ അധികം നല്ല രീതിയിലൊന്നും മേഘങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈഡിലോട്ട് നടക്കുകയാണ്. അപ്പോൾ സൈഡിൽ നമുക്ക് ചെറിയൊരു ഹിൻ്റുണ്ട് അവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഈ ടൈമിലല്ല, ഇതിപ്പോൾ ഒരു ഒക്ടോബർ 1 അപ്പോൾ ഒരു നവംബർ പാതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ മേഘങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം. നവംബർ പാതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്കിതൊന്നും നല്ല രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ നല്ല രീതിയിൽ മിസ്റ്റ് അടിക്കുന്നുണ്ട്. നല്ല ക്ലൗഡി ക്ലൈമറ്റ് വരാനുള്ള നല്ല ചാൻസസും ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പിക്ചർ എടുക്കാനുള്ള സ്പോട്ടുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നില്ല.
ഇനിയിപ്പം നമുക്ക് ആ സൈഡിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ കുറച്ച് പിക്സൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. അതുമല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു വ്യൂ നല്ല രീതിയിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആ വ്യൂ എത്രത്തോളം ഫോണിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല മൂടി കിടക്കുന്ന അന്തരീക്ഷമാണ്. അത് കണക്കല്ല, നല്ല മിസ്റ്റി അന്തരീക്ഷമാണ്. ആ മിസ്റ്റി അന്തരീക്ഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിക്കാം. നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വന്ന് കയറിയ വഴിയും ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ഭംഗിയും എല്ലാം നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വ്യൂ, മനോഹരമായ വ്യൂ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഗ്രാമ ഭംഗി നല്ല രീതിയിൽ ഒപ്പിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ താഴെ, അതായത് നമുക്കൊരു ഫോഗി ക്ലൈമറ്റ് ആണെങ്കിൽ പോലും ഇവിടെ മുകളിലൊരു ഫോഗി ക്ലൈമറ്റും താഴത്തെ ആ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. പടയനാപുരം എന്നുള്ള സ്ഥലത്താണ്, ബാംഗ്ലൂരിൽ. അപ്പോൾ നമ്മൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു വ്ലോഗായിട്ട് വന്നതാണ്. അപ്പം നമുക്കിവിടെ കബാബ് ഐറ്റംസ് ഉണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഇവിടെ പല പല ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരൊന്നും നമുക്ക് അറിയില്ല. ഓരോന്നിൻ്റെയും എല്ലാം ഓരോ പ്ലേറ്റ് വെച്ച് എടുത്താലോ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തായാലും നോക്കാം, നോക്കിയതിന് ശേഷം നമുക്കിതെല്ലാം കാണിക്കാം. ഇതാണ് ഫുൾ സ്പോട്ട്. ഇതാണ് ഗായ്സ്, ഞങ്ങളിപ്പം ഏകദേശം കഴിച്ച് തീരാറായി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇവിടെ. ഞങ്ങളിവിടെ ഒരു 7 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുപ്പിച്ച് ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഏതാനും കുറച്ച് വിരലിനാവുന്ന കടകൾ മാത്രമേ ഉള്ളായിരുന്നു. അന്നിവിടെ സ്ട്രീറ്റിൻ്റെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു ഇത്. ഇപ്പം ആ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ പെരുമയൊക്കെ പോയിരിക്കുന്നു. പക്ഷേ നമുക്കിപ്പം നല്ല ഫുഡ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഫുഡ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സൂപ്പ് കുടിക്കാനാണ് വന്നത്. മട്ടൻ്റെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇവിടെ നോക്കിയിട്ട് എങ്ങും ഒരു കടയിലും കിട്ടിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് വേറെ ഏതോ ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ട്. അത് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. ഫുഡ് വന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു തുടങ്ങി. വെയിറ്റ് ഒന്നും ചെയ്തില്ല, ഞാൻ വ്ലോഗെടുക്കാൻ പോലും സമ്മതിച്ചില്ല. അതിന് മുമ്പ് തന്നെ എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു തുടങ്ങി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഫുഡിനൊക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബീഫിൻ്റെ ഒരു ഡിഷും അത് കണക്ക് തന്നെ ചിക്കൻ്റെ ഒരു ഡിഷും നല്ലതായി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാലയൊക്കെ കോമ്പിൻ ചെയ്തുള്ള. പിന്നെ കബാബാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കബാബിൽ ബീഫ് കബാബ് കുറച്ച് മുരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി, വേറെ കുഴപ്പമൊന്നുമില്ല. അത് കണക്കന്നെ ചിക്കൻ കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രെഡാണ് അതിൻ്റെ കൂടെ മേടിച്ചത്. ഇവിടെ വേറെ ബ്രെഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം, അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൂടെ കഴിക്കാൻ വേണ്ടി മാത്രം ബ്രെഡ് നമ്മൾ മേടിച്ചു. സോ നമ്മളിപ്പം ഇവിടെ ശ്രീഗണേഷ ഫ്രൂട്ട് ജ്യൂസ് സെൻ്ററിലാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡോ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും നോക്കാനാണ്, ഫ്രഷ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നോക്കാനായിട്ടാണ് വരുന്നത്. നമ്മൾ നല്ലൊരു സ്പൈസി ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ വന്നാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തുള്ള ഒരു ഡിഷിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ഫ്രൂട്ട്സൊക്കെ അടുക്കി വെച്ചേക്കുന്ന രീതി കാണാനും. അതേപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് കണ്ടോ, നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ. ഇവിടെ ഫ്രഷ് ലൈം ജ്യൂസ് ഉണ്ട്. നല്ല റേറ്റ് അഫോർഡബിൾ റേറ്റ്സ് ആണ് ഇവിടെ. ഇത്ര ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടുന്ന് ഏത് ഓർഡർ ചെയ്യണമെന്നുള്ള ഇതുണ്ട്. നമുക്കിവിടുന്ന് നമുക്ക് പോമഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് കഴിക്കും. പോമഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. പോമഗ്രാനൈറ്റ് മിൽക്ക് ഷേക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം ഓരോ ഫ്രഷ് ജ്യൂസസ് ഒക്കെയാണ്. അഫ്സല നീ എന്താ ട്രൈ ചെയ്തത്? അഫ്സല എന്താ ട്രൈ ചെയ്തത്? അവക്കാടോ ഹെൽത്തി അവക്കാടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ജപ്പാൻ. നീ എന്താ ട്രൈ ചെയ്തത്? കിവി ഷേക്കാണോ ട്രൈ ചെയ്തത്? അത് അഭിഷേകോടെ നീ എന്തോ ട്രൈ ചെയ്തത്? പൈനാപ്പിൾ, നോർമൽ പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ നോർമൽ പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ ഞാൻ പോമഗ്രാനൈറ്റ് ജ്യൂസ് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പോമഗ്രാനൈറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുടിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളാം, നല്ല ടേസ്റ്റ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല റിഫ്രഷിങ് ആണ്. കൊള്ളാം, സെറ്റല്ല, നല്ല ക്വാളിറ്റി. അതാ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പോമഗ്രാനൈറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളവിടേക്കാണെങ്കിൽ 2 പോമഗ്രാനൈറ്റ് എടുത്തിട്ടും അഴിച്ചിടാനുള്ള പാടുകൊണ്ട്, അതായത് കട്ട് ചെയ്യാനുള്ള പാടുകൊണ്ട് അധികം ഇടത്തുമില്ല. അങ്ങനെയാണ് സാധാരണ ഇവിടെയൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് കൊള്ളാം, ഇത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ജ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കണം. അപ്പം ഞാനതൊന്ന് ഓർഡർ ചെയ്ത് എങ്ങനെയാണെന്ന് പറയാം. ഓർഡർ ചെയ്ത ജ്യൂസ് വന്നിട്ടുണ്ട്. മാംഗോ സ്പെഷ്യൽ ജ്യൂസാണ്.
ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് ബദാമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ബദാമുണ്ട്. അതേ കണക്ക് തന്നെ മാംഗോയുടെ പൾപ്പ് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന രീതിയിലുണ്ട്. കാഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പിസ്ത സൈഡിലൂടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാവേ. ഇതിനകത്ത് മാംഗോയുടെ സ്ലൈസസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു, അതോ ഫ്രഷ് ക്രീം ആണെന്നോ അറിയില്ല. ഫ്രഷ് ക്രീമാണ്, അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കണക്കിന് ബദാമുണ്ട്, പിസ്തയുണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്. നട്ട്സ് ആണോ എന്നറിയില്ല, കാഷ്യൂ നട്ട്സ് ആണെന്ന് തോന്നുന്നു, നട്ട്സ് അല്ല. നട്ട്സിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് പോമഗ്രാനൈറ്റ് ജ്യൂസിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെടാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ചുമ്മാ അറിയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇത് ശ്രീ ഗണേശ ഫ്രൂട്ട്സ് ജ്യൂസ് സെൻറ്ററിലാണ്. നല്ല റിഫ്രഷിങ് ആയിട്ടുണ്ട്, ഫ്രഷാണ്. ഈ മാംഗോ നല്ല ഫ്രഷാണ്. മാംഗോ സീസണൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ ഇതെന്നാലും നല്ല ഫ്രഷ് മാംഗോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓവർ മധുരമില്ല. അതായത് നമ്മൾ ചില കടയിലൊക്കെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മധുരം കൂടുതലിട്ട് ഒരു ഭയങ്കര ചെടിക്കുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഇത് ഓവർ മധുരമില്ല, നല്ല ടേസ്റ്റ്. ആ ഫ്രൂട്ടിൻ്റെ റോ ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഗായ്സ് പെട്ടു ഗായ്സ്, ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയതാ. ഇവിടുന്ന് പുറത്തോട്ട് എന്ത് പറ്റി വിട്ടാ? So we are in Baga Beach. ബാഗാ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ദ സൺ ടേൺസ് ഡൗൺ, ബാഗ ടേൺസ് ഇൻടു എ പാർട്ടി പാരഡൈസ്. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മുന്നിലൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യൂ മാത്രം മതി. ഇത് ഇവിടുന്ന് മാത്രമല്ല, അങ്ങ് വെൽക്കം ടു അഞ്ജുന ബീച്ച്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ജുന ബീച്ചിൽ നിന്നും നല്ലൊരു കുളിയൊക്കെ പാസ് ചെയ്തിട്ട് നല്ല സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നല്ല രീതിക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെറിയ ഒരു ബിയറൊക്കെ അടിച്ചിട്ട് നല്ല ചില്ലായിട്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് ബിയറൊക്കെ അടിച്ചൊന്ന് ചില്ലായാലോ? ഓക്കെ, അപ്പോൾ പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ചെക്കിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് കഴുകുന്നില്ല, ഇവിടുന്ന് കഴുകി കഴിഞ്ഞാൽ വീണ്ടും പൊടിയാവും. ഒരു 80 കിലോമീറ്റേഴ്സും കൊണ്ടുണ്ട് കാർവാറിലോട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനിയിപ്പം വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോബ്ലംസ് അവർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. അത് നോക്കണ്ട, വാ അടിപൊളി വിഷ്വൽസ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പാളി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിതാ ഇത്രയും നല്ലൊരു വിഷ്വൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ഇപ്പം വണ്ടി കൊടുത്ത് നല്ല അഴുക്കായിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അഴുക്കെല്ലാം മാറ്റി ഇപ്പം നമ്മൾ വാഷ് ചെയ്യാൻ കൊടുത്തായിരുന്നു. വാഷ് ചെയ്ത് നമ്മളവിടെ കൊണ്ടുവന്നു വണ്ടി. അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടി ഇഷ്ടപ്പെടില്ലേ? കളർ എങ്ങനെ ഉണ്ട്? കളർ അടിപൊളിയല്ലേ? ഈ വണ്ടി ഇങ്ങനൊരു വണ്ടി ആയിരിക്കും പ്രതീക്ഷിച്ചു. നമ്മൾ സിൽവർ ജാസ് അല്ലായിരുന്നു നോക്കിയിരുന്നത്. ഇതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരുപാട് ചെറുതുമല്ല, എന്നാലും കണ്ട ഞാൻ ഫസ്റ്റ് ടൈം ഇനി ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പോവാണ്. അതെ, അതാണ്